Okay, dear students, welcome to mathematics class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെത്തഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഫിഷ്യൻ്റ് ആണ് പറഞ്ഞത്. അപ്പോൾ അതിൽ റൂൾ 1 ആണ് നമ്മൾ പറഞ്ഞത്. റൂൾ 1 ഞാൻ നിങ്ങളോട് പേജ് അയച്ചു തരാമെന്ന് പറഞ്ഞാൽ അയച്ചു തന്നു. അപ്പോൾ അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. റൂൾ 1 അത് വെച്ചിട്ട് പ്രോബ്ലം നമ്മൾ ചെയ്തു. കുറേ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് റൂൾ 1B ആണ്. റൂൾ 1B വളരെ ഈസിയാണ്, ഒന്നുമില്ല. ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതേപോലെയുള്ള ടൈപ്പ് പ്രോബ്ലം ഒന്നും വിചാരിക്കുക. y ഡബിൾ ഡാഷ് മൈനസ് 3y ഡാഷ് പ്ലസ് 2y ഈക്വൾ ടു 4x പ്ലസ് e റേസ് ടു 3x. അപ്പോൾ ഇതെന്താ, നമ്മളെ കോളം നേരത്തെ നമ്മളത്തെ ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിലെ രണ്ട് സാധനത്തിൻ്റെ സമ്മാണ്, രണ്ട് ഫംഗ്ഷൻ്റെ സമ്മാണ്. ഒന്നെന്താ ഒരു പോളിനോമിയലാണ്, ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. രണ്ടാമത്തെ e റേസ് ടു px ഫോമിലുള്ള ഫംഗ്ഷനുമാണ്, ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനുമാണ്. അപ്പോൾ നോക്ക്, ഇഫ് r of x is a sum of functions in several lines of column 1, ഇനി രണ്ടെണ്ണം തന്നെ ആവണമെന്നില്ല, 3, 4, 5 ഒക്കെ വന്നാലും സെവറൽ കോളം 1 കുറേ ലൈൻസിൻ്റെ സമ്മായിട്ടാണ് നമ്മൾ ടേബിളിലത്തത് r of x വന്നതെങ്കിൽ നമ്മൾ YP ചൂസ് ചെയ്യേണ്ടത് ഓരോന്നിൻ്റെ റൈറ്റ് സൈഡിലുള്ള എടുത്തിട്ട് കൂട്ടിയാൽ മതി. ഇപ്പോൾ ഇവിടെ 4x പകരം നമ്മൾ എന്താ എടുക്കുക, 4x പകരം ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആയതുകൊണ്ട് k1x പ്ലസ് k0 എന്ന് എടുക്കും. e റേസ് ടു 3x എന്താ നമ്മൾ എടുക്കുക, c e റേസ് ടു 3x എന്ന് കൊടുക്കും. ഇതാണ് നമ്മൾ YP ചൂസ് ചെയ്യേണ്ടത്. YP എടുക്കേണ്ടത് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ YP കാണാനാണ് ചോദ്യം. സോൾവെന്നോ അല്ലെങ്കിൽ ഫൈൻഡ് YP ഇഫ് എന്ന് പറഞ്ഞിട്ട് ഇതാണ് ചോദ്യമെങ്കിൽ YP എടുക്കേണ്ടത് ഇതാണ്. അങ്ങനെയാണ് YP ഡാഷ് നമ്മൾ കാണുക. YP ഡാഷ് കണ്ടാൽ എന്താ കിട്ടുക, k1x പ്ലസ് k0ൻ്റെ ഡെറിവേറ്റീവ് എന്താ, k1 പ്ലസ് 3c e റേസ് ടു 3x എന്ന് വരും YP ഡാഷ്. YP ഡബിൾ ഡാഷ് വരിക, kൻ്റെ 0 ആയി പോകും. 3c ഇൻറ്റു e റേസ് ടു 3x ഇൻറ്റു 3 9c e റേസ് ടു 3x എന്നും വരും. അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ YP ഡബിൾ ഡാഷ് 9c e റേസ് ടു 3x മൈനസ് 3y ഡാഷ് മൈനസ് 3 ഇൻറ്റു k plus 3c e raised to 3x plus 2yp 2 into k1x plus k0 plus c e raised to 3x is equal to 4x plus e raised to 3x എന്ന് വരും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എന്ത് കിട്ടുമെന്ന് അറിയാം, 9c e റേസ് ടു 3x പുറത്തെടുത്താൽ ഇവിടെ 9c ഉണ്ട്, ഇവിടെ മൈനസ് 9c ഉണ്ട്. മൈനസ് 9c e റേസ് ടു 3x 9c e റേസ് ടു 3x മൈനസ് 9c e റേസ് ടു 3x ക്യാൻസലായി പോകും, അത് പോട്ടെ. പിന്നെ ഇവിടെ ഉണ്ടാവുക മൈനസ് 3k ആണ് ബാക്കി ഉണ്ടാവുള്ളൂ, മൈനസ് 3k. പിന്നെ ഇവിടെ 2k1x ഉണ്ട്, 2k0 ഉണ്ട്, 2c e റേസ് ടു 3x 2c e raised to 3x is equal to 4x plus e raised to 3x. അപ്പോൾ ഇവിടുന്ന് e raised to 3xൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും 2c equal to 1 എന്ന് കിട്ടും. 2c e raised to 3x is equal to 1 e raised to 3x, that is 2c equal to 1, so c equal to 1/2 എന്ന് കിട്ടും. c equal to 1/2 കിട്ടും. പിന്നെ നമുക്ക് കിട്ടുന്നത് മൈനസ് 3k k1 നേരത്തെ k1 ഉണ്ടല്ലോ ഇവിടെ അല്ലേ, k1 ആണ്, k അല്ല k1 ആണ്. മൈനസ് 3k1 പ്ലസ് 2k1x പ്ലസ് 2k1x ഈക്വൾ ടു 4x എന്ന് വരും. ഇനി എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്താൽ 2k1 ഈക്വൾ ടു 4 എന്ന് വരും. 2k1 ഈക്വൾ ടു 4. ഞാനിത് സോൾവ് ചെയ്യാനുള്ള മെത്തേഡാണ് പറഞ്ഞു തരുന്നത്. ഞാൻ ചെയ്യുന്ന പ്രോബ്ലം ശരിക്കും മനസ്സിലാക്കുക, എന്നിട്ട് ഞാൻ കൂടുതൽ ഹോംവർക്കുകൾ ഞാൻ തരുന്നുണ്ട്, അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അപ്പോൾ നോക്കുക, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 4x ഇവിടെ ഉണ്ട്, ഇവിടെ 2k1x ഉണ്ട്. 2k1 4 ആണെങ്കിൽ k1 എന്താ വരിക, 2 വരും. k1 2 കിട്ടും. അങ്ങനെയാണെങ്കിൽ മൈനസ് 3k1 പ്ലസ് 2k0 മൈനസ് 3k1 പ്ലസ് 2k0 ഈസ് ഈക്വൽ ടു, റൈറ്റ് ഹാൻഡ് സൈഡിൽ കോൺസ്റ്റൻറ്റ് ഇല്ല, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് 3k1 2k0 ഉണ്ട്, റൈറ്റ് സൈഡിൽ കോൺസ്റ്റൻറ്റ് ഇല്ല, 0 ആണ്. മൈനസ് 3k1 എന്ന് പറഞ്ഞാൽ മൈനസ് 6 പ്ലസ് 2k0 ഈക്വൽ ടു 0. 2k0 ഈക്വൽ ടു മൈനസ് 6 അപ്പുറത്തേക്ക് ഉണ്ടായ 6, സോ k0 ഈസ് ഈക്വൽ ടു 3. സോ ആൻസർ ഈസ് YP വരിക k1x പ്ലസ് k0 2x പ്ലസ് 3. k1x പ്ലസ് k0 എന്ന് പറഞ്ഞാൽ k1x 2x പ്ലസ് k0 3, 2x പ്ലസ് 3 പ്ലസ് c e റേസ് ടു 3x അല്ലേ, c e റേസ് ടു 3x 1/2 e റേസ് ടു 3x അതാണ് ആൻസർ വരിക. 2x പ്ലസ് 3 പ്ലസ് 1/2 e റേസ് ടു 3x 2x പ്ലസ് 3 പ്ലസ് 1/2 e റേസ് ടു 3x, ദിസ് ഈസ് ദ ആൻസർ. ഇത് കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്തത്, YP ആയിട്ട് എടുക്കേണ്ടത് 4x പകരം k1x പ്ലസ് k0
ഇതിന് പകരം എടുക്കേണ്ടത് സി റേഷ്യൂ 3x എന്നിട്ട് വൈ പി ഡാഷ് കാണാം, വൈ പി ഡബിൾ ഡാഷ് കാണാം, എന്നിട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈ പി ഡബിൾ ഡാഷ് മൈനസ് 3 വൈ പി ഡാഷ് പ്ലസ് 2 വൈ പി ഈക്വൽ ടു 4x പ്ലസ് സി റേഷ്യൂ 3x. ഇതിൽ എങ്ങനെ സോൾവ് ചെയ്യുക? ഇ റേഷ്യൂ 3x കോഫിഷ്യൻ്റ് ഒക്കെ ഒരു ഭാഗത്തേക്ക് നിർത്തുക. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്ത് കിട്ടും? ഇ റേഷ്യൂ 3x ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടുന്ന് കിട്ടുന്നത് ഇ റേഷ്യൂ 3x 2cയും 1ഉം ആണ്. 2c ഈക്വൽ ടു 1 കിട്ടും. സോ c 1/2 എന്ന് കിട്ടും. പിന്നെ എക്സിൻ്റെ കോഫിഷ്യൻ്റ് 2k1 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, k1 2 എന്ന് കിട്ടും. പിന്നെ കോൺസ്റ്റന്റ് കോഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കോൺസ്റ്റന്റ് ഉണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇല്ല. റൈറ്റ് ഹാൻഡ് സൈഡിൽ 0 കൊടുക്കുക. അപ്പോൾ ഇത്ര k1 പ്ലസ് ഇത്ര k0 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് k0ൻ്റെ വില കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അത്. അപ്പോൾ റൂൾ 1b പറഞ്ഞ ഇത്ര ഉള്ളൂ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ r(x) നമുക്ക് 2-3 ഫംഗ്ഷൻസിൻ്റെ 2ഓ 3ഓ അല്ലെങ്കിൽ n ഫൈനൈറ്റ് നമ്പർ ഓഫ് ഫംഗ്ഷൻസിൻ്റെ സമ്മായിട്ട് വരികയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ടേബിളിൽ നിന്ന് അതിൻ്റെ YHകൾ എടുത്തിട്ട് YPകൾ എടുത്തിട്ട് അതെടുത്ത് കൂട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. അതെടുത്ത് കൂട്ടിയിട്ട് YP ഉണ്ടാക്കിയാൽ മതി.